എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2025 G20 സമ്മേളനം എവിടെ നടക്കും? 2025 G20 സമ്മേളനം നടക്കുന്നത് ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് 2025 G20 സമ്മേളനം നടക്കുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ജപ്പാനിലെ ഐച്ചി പ്രിഫെക്ചറും നാഗോയുമാണ് 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്ക് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡനും ജെഫ്രി ഹിൻഡനുമാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. 2024 ഭാരത് രത്ന ലഭിച്ച ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി MS സ്വാമിനാഥനാണ് 2024 ഭാരത് രത്ന ലഭിച്ച ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക എന്നതാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം. 59ാമത് ജ്ഞാനപീഠം അവാർഡിന് അർഹനായ ഹിന്ദി എഴുത്തുകാരൻ. 59ാമത് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. ഹിന്ദി എഴുത്തുകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 6 മെഡലുകൾ. 1 വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലുകളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത്. ഇന്ത്യയിൽ ആദ്യത്തെ 6G ലാബ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ 6G ലാബ് ബംഗളൂരുവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ 6G ലാബ് ആരംഭിച്ചത്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് വേദി. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി കാനഡ, മെക്സിക്കോ, USA എന്നിവിടങ്ങളായിട്ടാണ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. 2024-25 വർഷത്തിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ, ISL ജേതാക്കൾ. 2024-25 ISL ജേതാക്കൾ മോഹൻ ബഗാൻ ആണ് 2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ജേതാക്കൾ. 2025 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP30 എവിടെ നടക്കും? 2025 COP30 എവിടെയാണ് നടക്കുന്നത്? ബ്രസീലിലെ ബെലെമിലാണ് 2025 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP30 നടക്കുന്നത്. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം 2025 ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി, ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ നൽകി ആദരിച്ച രാജ്യം ശ്രീലങ്കയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ നൽകി ആദരിച്ചത്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച
ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. സാറാ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. രാജ്യത്താദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം. രാജ്യത്താദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം പുതിയ പാമ്പൻ പാലം. പുതിയ പാമ്പൻ പാലമാണ് രാജ്യത്താദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി ഏപ്രിൽ 8, 2025. ഏപ്രിൽ 8, 2025 വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ RRBകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയം. ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. 1 സ്റ്റേറ്റ് 1 RRB. ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക് എന്നതാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയം. 2025 ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഹിതേഷ് ഗുലിയ. ഹിതേഷ് ഗുലിയയാണ് 2025 ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരം ഹാർട്ട് ലാമ്പ്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ഹാർട്ട് ലാമ്പിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ദീപ ഭാസ്തിയാണ്. ദീപ ഭാസ്തി. 12,500 വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ഏത് ജീവിയെയാണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ US-ൽ വികസിപ്പിച്ചെടുത്തത്? ഡയർ വുൾഫ്. 12,500 വർഷം മുമ്പ് മൺമറഞ്ഞുപോയ ഡയർ വുൾഫ് എന്ന ജീവിയെയാണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ US-ൽ വികസിപ്പിച്ചെടുത്തത്. അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിലെ സംഭാവനകൾക്കുള്ള ആദ്യ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ HV ഈശ്വർ. ഡോക്ടർ HV ഈശ്വരനാണ് അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിലെ സംഭാവനകൾക്കുള്ള ആദ്യ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. 2024 34ാമത് സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് ഭദ്രേഷ് ദാസ് സ്വാമി. ഭദ്രേഷ് ദാസ് സ്വാമിക്കാണ് 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2000 വർഷം പഴക്കമുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. കേരളമാണ് 2000 വർഷം പഴക്കമുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു കണ്ണാടിപ്പായ. കണ്ണാടിപ്പായയാണ് കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് V. മധുസൂദനൻ നായർ. V. മധുസൂദനൻ നായർക്കാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ഛിന്നഗ്രഹം 16 സൈക്കി എന്ന ഛിന്നഗ്രഹമാണ് ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ഛിന്നഗ്രഹം. ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ജയറാമും PR ശ്രീജേഷും. ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 പുരസ്കാരം ജയറാമിനും 2025 പുരസ്കാരം
PR ശ്രീജേഷിനുമാണ് ലഭിച്ചത്. 2025 ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത് സുരുജി സിംഗും വിജയ്വീർ സിദ്ധു. സുരുജി സിംഗിനും വിജയ്വീർ സിദ്ധുവിനുമാണ് 2025 ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി സ്വർണം ലഭിച്ചത്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം. രാജ്യത്തെ ആദ്യത്തെ സൈബർ കമാൻഡ് സെൻറ്റർ രൂപീകരിച്ചത്. രാജ്യത്തെ ആദ്യത്തെ സൈബർ കമാൻഡ് സെൻറ്റർ കർണാടകയിലാണ് രാജ്യത്തെ ആദ്യത്തെ സൈബർ കമാൻഡ് സെൻറ്റർ രൂപീകരിച്ചത്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് എന്നായിരുന്നു 2025 ഏപ്രിൽ 21. 2025 ഏപ്രിൽ 21 പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത്. ലോകത്തിലാദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാകാൻ ഒരുങ്ങുന്നത് അമരാവതി. ആന്ധ്രാപ്രദേശിലെ അമരാവതിയാണ് ലോകത്തിലാദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാകാൻ ഒരുങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം ഏത് രാജ്യത്താണ് നിർമ്മിച്ചത്? ചൈന. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം ചൈനയിലാണ് നിർമ്മിച്ചത്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതും ഭൂമിയുടെ നാശവും തടയുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ അടുത്തിടെ ആരംഭിച്ച സംരംഭം ബ്രിക്സ് ലാൻഡ് റെസ്റ്റോറേഷൻ പാർട്ട്ണർഷിപ്പ്. ബ്രിക്സ് ലാൻഡ് റെസ്റ്റോറേഷൻ പാർട്ട്ണർഷിപ്പ് എന്ന സംരംഭമാണ് ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്നതും ഭൂമിയുടെ നാശവും തടയുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ അടുത്തിടെ ആരംഭിച്ച സംരംഭം. ഇന്ത്യയിലാദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലാദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലാദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്നത്. ലോക വനിതാ ചെസ് ചാമ്പ്യനായത്. ലോക വനിതാ ചെസ് ചാമ്പ്യൻ ജു വെൻജൂൺ. ചൈനക്കാരിയായ ജു വെൻജൂനാണ് ലോക വനിതാ ചെസ് ചാമ്പ്യൻ. വൈദ്യുതി ഉൽപ്പാദനം ആസൂത്രണം ചെയ്യുന്നതിനുള്ള പുതിയ സോഫ്റ്റ്വെയർ ഉപകരണമായ സ്റ്റെല്ലാർ മോഡൽ ആരംഭിച്ച സ്ഥാപനം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി CEA. വൈദ്യുതി ഉൽപ്പാദനം ആസൂത്രണം ചെയ്യുന്നതിനുള്ള പുതിയ സോഫ്റ്റ്വെയർ ഉപകരണമായ സ്റ്റെല്ലാർ മോഡൽ ആരംഭിച്ച സ്ഥാപനം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി. അടുത്തിടെ അന്തരിച്ച 2025 പത്മവിഭൂഷൺ ജേതാവും കഥക് നൃത്തലോകത്ത് മായാജാലം സൃഷ്ടിച്ച നർത്തകിയുമായ വ്യക്തി കുമുദിനി ലാഖിയ. അടുത്തിടെ അന്തരിച്ച 2025 പത്മവിഭൂഷൺ ജേതാവും കഥക് നൃത്തലോകത്ത് മായാജാലം സൃഷ്ടിച്ച നർത്തകിയുമായ വ്യക്തിയാണ് കുമുദിനി ലാഖിയ. അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനി. അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനി 3 ഗോർജസ് അന്റാർട്ടിക് ഐ. 3 ഗോർജസ് അന്റാർട്ടിക് ഐ എന്നതാണ് അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനിയുടെ പേര്. രാജ്യത്താദ്യമായി വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന സർക്കാർ ഓൺലൈൻ സ്റ്റോർ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന സർക്കാർ ഓൺലൈൻ സ്റ്റോർ നിലവിൽ വരുന്നത്. തിരുവനന്തപുരത്ത് രാജ്യത്തെ ആദ്യമായി പരീക്ഷണം ആരംഭിച്ച ഇലക്ട്രിക് വാഹന സാങ്കേതികവിദ്യ ഡൈനാമിക് വയർലെസ് ചാർജിംഗ്. ഡൈനാമിക് വയർലെസ് ചാർജിംഗ് എന്ന സാങ്കേതികവിദ്യയാണ് തിരുവനന്തപുരത്ത് രാജ്യത്ത് ആദ്യമായി പരീക്ഷണം ആരംഭിച്ച
ഇലക്ട്രിക് വാഹന സാങ്കേതികവിദ്യ. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മുംബൈ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ മലയാളി ക്യാപ്റ്റൻ ജഗ്മോഹൻ. ക്യാപ്റ്റൻ ജഗ്മോഹനാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മുംബൈ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ മലയാളി. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. 2025 ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയം. ലോക കരൾ ദിനം 2025 പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ. ഭക്ഷണമാണ് ഔഷധം. ഫുഡ് ഈസ് മെഡിസിൻ എന്നതാണ് 2025 ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയം. 23ാമത് കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷൻ. കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് 23ാമത് കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കർണാടക. കർണാടകയാണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം. ലോകത്തിലാദ്യത്തെ 3D പ്രിൻ്റഡ് സാങ്കേതികവിദ്യയുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് ജപ്പാൻ. ജപ്പാനിലെ ഹസുഷിമ റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലാദ്യത്തെ 3D പ്രിൻ്റഡ് സാങ്കേതികവിദ്യയുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത്. കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി. കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 1ാം സ്ഥാനത്ത് EK നായനാറാണ്. പിണറായി വിജയനാണ് കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം? 3 മാസത്തിനകം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം എന്നതാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.